നമസ്കാരം കൂട്ടുകാരെ. ഇന്നത്തെ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ നമ്മുടെ പറമ്പിൽ അനിൽ ചേട്ടൻ്റെയും ഗിരിജയുടെയും വീട്ടിൽ നട്ടു വളർത്തിയ ഏത്തവാഴയുടെ കായ എങ്ങനെ അത് ഉപ്പേരിയാക്കാമെന്നുള്ളതാണ്. നമ്മുടെ തിരക്കേറിയ ജീവിതത്തിലും നമ്മൾ കൃഷിക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ തന്നെ അത് നല്ല അപ്രീഷിയേറ്റീവാണ്. ഇവിടെ നന്നായിട്ട് മൂത്തത് വെട്ടിവെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊലി പൊളിച്ചതിന് ശേഷം, തൊലി പൊളിച്ചാൽ നമ്മൾ വെള്ളത്തിലേക്കിടുകയാണ്. അതിനുശേഷം നന്നായിട്ട് തുടച്ചെടുത്ത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി, ഒത്തിരി കട്ടി കൂടുകയും ആകരുത്, ഒത്തിരി കട്ടി കുറവും ആകരുത്, ഒരു മീഡിയം തിക്നെസ്സിലാണ് നമ്മൾ ഇതുപോലെ ഇത് മുറിച്ചെടുക്കുന്നത്. ഏത്തയ്ക്ക എപ്പോഴും വായു സമ്പർക്കത്തിൽ വരുമ്പോൾ അത് കറുത്തു പോകുന്നതുകൊണ്ട് നമ്മൾ മുറിച്ചാൽ ഉടനെ തന്നെ അത് വറുത്തെടുക്കണം. വെളിച്ചെണ്ണയിലാണ് വറക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കുക. ചൂടായി വരുമ്പോഴത്തേക്കും അത് വീണ്ടും അതിൻ്റെ ടെമ്പറേച്ചർ ഒരു മീഡിയം തീയിലേക്കിടുക. പിന്നെ അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത്, ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് സ്ലൈസർ ഉണ്ടെങ്കിൽ ഇതിലേക്ക് തന്നെ അരിഞ്ഞ് എണ്ണയിലേക്ക് ഇടാം. ഒരു 7 മിനിറ്റ് കൊണ്ട് ഇത് മീഡിയം ഹീറ്റിൽ നല്ല ക്രിസ്പിയായിട്ട് വറുത്ത് വരും. ഞങ്ങളിത് ടേസ്റ്റ് ചെയ്തതാണ്. നല്ല കേരളത്തിൽ എങ്ങനെ ഉപ്പേരി വറക്കുന്നോ അത്രേ രുചിയായിരുന്നു. ഈ വീഡിയോ സമ്മാനിച്ച അനിൽ ചേട്ടനും ഗിരിജയ്ക്കും എൻ്റെ ആത്മാർത്ഥമായ നന്ദി പറയുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കേരളത്തിലെ തനിമയാർന്ന ഒത്തിരി റെസിപ്പികൾ ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുത്. ഇതിന് കളറ് കിട്ടാനായിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ചാലിച്ചതും ഉപ്പുനീരും കൂടെയാണ് ഉപ്പിന് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, രണ്ടാമത്തെ ട്രിപ്പ് നമ്മൾ വറക്കുമ്പോൾ ആദ്യത്തെ എണ്ണയിൽ ഉപ്പ് കാണും, അതനുസരിച്ച് മാത്രമേ ചേർക്കാവുള്ളൂ. നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് ഷൈനു തോമസ്. ഉടനെ തന്നെ നിങ്ങളുടെ അടുക്കലേക്ക് അടുത്ത വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.